ഇതിനകത്ത് ലൊക്കേഷനകത്ത് കാണിക്കുന്നില്ല, ഒരു വരി കാണിക്കുന്നു. ഇത് ചെയ്യാൻ ഇനി ആരെങ്കിലും വഴി ചോദിച്ച് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ പോവുകയാണ്. ഗൈസ് അങ്ങനെ അമ്പലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമ്പലം വന്നിട്ടുണ്ട്. കണ്ടേ, അകത്തോട്ട് പോകാൻ പറ്റില്ല, ഈ സമയത്ത് അങ്ങോട്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഗൂഗിൾ മാപ്പ് നമ്പി ഞാനിപ്പം 1 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട അമ്പലത്തിൽ ഞാൻ 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ കൂടുതൽ നമ്പർ ഇതാര് ഗൈസ്. നേരത്തെ ആകെപ്പാടെ രണ്ട് വഴിയുള്ളായിരുന്നു. ഇപ്പോൾ വേണ്ട, ഇങ്ങോട്ടൊരു വഴി ഇങ്ങോട്ടൊരു വഴി. ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നേരെ പോയി നോക്കാം. അവിടുത്തെ ഏതെങ്കിലും ഓട്ടക്കാരുണ്ടെങ്കിൽ വഴി ചോദിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് ഗൈസ്. അങ്ങനെ ഓട്ടക്കാർ വഴി പറഞ്ഞു തന്ന അവസാനം എൻ്റെ വീട്ടിലോട്ടുള്ള വഴി എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു, വണ്ടി വെച്ചു, വീട്ടിൽ കയറുകയാണ് ഗൈസ്. അങ്ങനെ ഒരിക്കലും ഇനി ഗൂഗിൾ മാപ്പ് നമ്പി പോകരുത്. കാരണം ഒരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനാണ്. ഇപ്പോൾ കറക്റ്റ് 8 മണിയായി. ഭയങ്കര ഇതായിപ്പോയി. കാരണം ഇത്ര നേരം വൈകിയോണ്ട് വീട്ടിൽ നിന്ന് എവിടെ പോയി കിടക്കുമായിരുന്നതാന്നൊക്കെ ചോദിച്ച് ഞങ്ങളുടെ അമ്മ. അപ്പോൾ ഓൾറെഡി ഫുൾ ലേറ്റായി, പിന്നെ ഫുൾ ഇതായി. ഇങ്ങനെ ഇപ്പോൾ കറക്റ്റ് 8 മണിയായി കേട്ടോ. 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇതിന് ഇപ്പം ഗൂഗിൾ മാപ്പ് നമ്പി പോയി കഴിഞ്ഞാൽ സത്യം പറയല്ലേ ഫുൾ തകരും. അങ്ങനെ വീട്ടിലെത്തി. അകപ്പാടെ ഇച്ചിരിയെങ്കിലും സ്നേഹമുള്ള 3 പേരുണ്ട്, മൊത്തം 4 പേര്. അപ്പം ആണ് ഇരുട്ടാണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. വെയിറ്റ്, ഞാൻ ഫ്ലാഷ് ഓൺ ആക്കട്ടെ. ഉണ്ടോ, 3 പേരുണ്ട്. ഇപ്പോൾ ഒരാളെ കാണാൻ പറ്റത്തുള്ളൂ, ബാക്കി വേണ്ട. നമ്മളെ കാത്തിരുന്ന് മടുത്ത് ഒരാളാണ്. ശരി ഗൈസ്, അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പ്രതീക്ഷിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.